ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു 1.5 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ഇനിയും കൊടുത്തില്ലെങ്കിൽ കുറേ ലേറ്റ് ആവും എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ വോയിസ് ഓവർ. അപ്പം ഞാനിപ്പോൾ ഒഴുങ്ങി കെട്ടി നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ മോടെ സ്കൂളിലോട്ട് പോകണം. ടെക്സ്റ്റ് നോട്ടൊക്കെ തരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. 10:15 പക്ഷെ ഭയങ്കര വെയിലാണ് കേട്ടോ. പക്ഷെ പോവാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ മോളും കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ ഈ വെയിലത്തൊക്കെ വരുന്നത്, അപ്പോൾ വന്നേ പറ്റത്തുള്ളൂ. അതെനിക്ക് എന്തായാലും ഉപകാരമായി. ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് തരാൻ എനിക്ക് ഒരാളായി. അല്ലെങ്കിൽ ഞാനൊരു ഷൂട്ട് ചെയ്യത്തുമില്ലായിരുന്നു, ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടത്തുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മോളുടെ സ്കൂളിലോട്ട് പോകണം കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇതാണ് മോളുടെ സ്കൂൾ, MGM ഞാലിയാകുഴി കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് കണ്ട് കൊതിച്ചിട്ടുണ്ട്. ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അത്രയ്ക്ക് വലിയ ഗ്രൗണ്ടാണ്. അങ്ങനെ നമ്മൾ ഫീസൊക്കെ അടച്ച് നേരെ ടെക്സ്റ്റ് നോട്ട് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ടെക്സ്റ്റ് നോട്ട് ഇവിടെ നിന്നാണ് തരുന്നത്. അവരുടെ സ്കൂളിൻ്റെ പേരൊക്കെ വെച്ച നോട്ടിലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ ആ നോട്ടും ഒരു വർഷത്തേക്കുള്ള ടെക്സ്റ്റും നോട്ടും എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ എണീറ്റ് കേട്ടോ. ഉറക്കം ഇനിയും ഉറങ്ങിയേനെ, പക്ഷെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാണ് ഞാൻ എണീറ്റത് കേട്ടോ. ഞാൻ ആഗ്രഹിച്ച് നോക്കിയിരുന്ന ഒരു കൊറിയറാണ് കേട്ടോ. ഇത് ബാഗാണ്. ഒരു 325 അങ്ങനെ എങ്ങാണ്ടാ മീഷോന്ന് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാഗ്. ഒരു വലിയൊരു ഉറയേ ഉള്ളൂ, പിന്നെ ഒരു ചെറിയ ഉറയും. അങ്ങനെ ഈ 2 ഉറ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ എനിക്ക് ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബോയൊക്കെ വെച്ച് ഒരു പിങ്ക് കളർ ബോയൊക്കെ ഉള്ള ഒരു ബ്ലാക്കിൽ ഒരു പിങ്ക് കളർ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നേരെ പോയി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ മടക്കിയിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ആൻറ്റിയുടെ മോൻ്റെ റിസപ്ഷനാണ്. കല്യാണം തലേദിവസം കഴിഞ്ഞു, ഇന്ന് റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ റിസപ്ഷൻ ഇവിടെയല്ല, കാവാലത്താണ്. അപ്പോൾ കാവാലത്ത് പോകണം. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നമ്മൾ കാവാലം ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇത്ര അടുത്താണെങ്കിൽ പോലും ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പോകണം എന്നുള്ള ത്രില്ലിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി എനിക്ക് മോൾക്ക് മോന് ഒക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇത് കഴിഞ്ഞൊരു കുളി കഴിഞ്ഞിട്ട് നേരെ പോയി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മുട്ടനൊരു പണി വന്നത് കേട്ടോ. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ കറണ്ടും പോയി. പിന്നെ ആണെങ്കിൽ ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ ഭയങ്കരമായിരുന്നു. ഇവിടെ കാറ്റൊക്കെ വന്ന് ഷീറ്റൊക്കെ പറന്നൊക്കെ പോയി കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മൾ കാവാലത്തെത്തി. ഇതാണ് ചെറുക്കനും പെണ്ണും കേട്ടോ.